താത്ത എന്താണ് വടിയേച്ച് കളിക്കണേ? എന്നിട്ട് ഓമക്കായിന്റെ 2 കുത്തിട്ട് പൊട്ടിച്ച് കൂട്ടാമാക്കാൻ കിട്ടേ. അത് ശരി. മഴ അതിനോട് പറയാ വെള്ളം വന്നപ്പോ ഓമക്കായി ഓരോ അവിടെ കിടന്നു. അത് ശരി. അപ്പൊ വേറെ ഒന്നും കിട്ടിയില്ലേ? ഓമക്കായി വായിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ആ വയനാട്ടിലെ ദുരന്തം കണ്ടില്ലേ? അത് പഠിച്ചോനെ അള്ളാഹു എല്ലാവർക്കും മറവി കൊടുക്കട്ടെ റബ്ബേ. അതൊന്നല്ല എന്നെ വായിപ്പിച്ചത്. ഏതോ കിടക്കണ നായ് ഓരാ എന്താ വിനയ സുനയ്യ എന്തോരാണ് നായനെ വിളിക്കുക. ഓരാ പൈതങ്ങളൊക്കെ മരിച്ചു പോയവരെ വെച്ചിട്ട് ഓരാ ലേക്കും മറ്റും കളിയാക്കി കണ്ടത്. ആ ചെക്കനല്ലേ? 30 വയസ്സായിക്കണ. 30 വയസ്സായിക്കണ. 30 അല്ല 40 ആയാലും കൊല്ലിക്കടിക്കണം. ഓനിക്ക് ലേക്കും വയറിലൊക്കെ ആവാൻ വേണ്ടി ഓനെ കാട്ടി കൂട്ടിയാണ്. പോലീസ് പിടിച്ചിരിക്കണ പറഞ്ഞവനെ. പോലീസ് പിടിച്ചാ ഓനല്ലേ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. ഓനെ പോലീസല്ലേ പിടിക്കേണ്ടത്. ഓന്റെ വിചാരം എന്താ? പണത്തിന്റെ ഊങ്കാണോ എനിക്ക്? ആൾക്കാര് പറയണ്ട്, മാതാപിതാക്കളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തള്ളാർക്ക് അറിയില്ല ഇങ്ങനത്തെ കുരുത്തം കെട്ട മക്കളാണുള്ളത്. പറയുമ്പോ നിങ്ങള് കണ്ടില്ലേ കാണിച്ചെന്നതാണ്. അതൊക്കെ പോട്ടെ, ഒരു കുരുത്തം കെട്ട മുതുക്കൻ ഏതോ ഒരു സഹോദരി പാവോ കുട്ടികൾക്ക് പാല് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആ മുതുക്കൻ അതിനെ കളിയാക്കിക്കണ്. അതേമാതിരി വേറൊരു മുതുക്കൻ കൂടി. ഈ മുതുക്കന്മാർക്ക് കണ്ണും കാണൂലേക്കാര. മുതുക്കന്മാർക്ക് ഇത് പറയാൻ കണ്ണു കാണണ്ടല്ലോ. ഇന്നലെ ഓരോരു മാപ്പാണ് കാല് പിടിക്കുക, കച്ചി പിടിക്കുക. എടാ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ. അന്നത്തെ ആൾക്കാർക്ക് അറിയില്ല. ഇന്ന് പിള്ളേര്, കേരളത്തിലെ പിള്ളേരുണ്ടല്ലോ, ജാതി മതം ഞങ്ങൾ നോക്കാത്ത പിള്ളേര് അന്നെ പങ്കാളിടും. എവിടെ വന്നിട്ട് കാര്യമില്ലടാ. അന്നെ പങ്കാളിടും. വിഷമം കൊണ്ടാടാ. അർജുന് പാവം അത് പോയിട്ട് അതിനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് കുറച്ചൊരു വിധി പോലെ മഴ വന്നിട്ട് കുത്തടിച്ചു പോയത്. അപ്പോഴാണ് നിങ്ങളൊരു കാട്ടിക്കൂട്ടല്. മാതാപിതാക്കളും പിള്ളേരും ഒക്കെ പോയിരുന്നു ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ തന്താരും കളവന്മാരാ അന്റെ മീസിയും മടിച്ചിട്ടുള്ള കാട്ടിക്കൂട്ടല്. അന്റെ ആ ചീലും കാട്ടിലുണ്ടല്ലോ. കേരളത്തില് പിള്ളേരുണ്ടെങ്കിൽ അന്നെ പങ്കാളിടും. നിങ്ങൾ എവിടെ പോയി ഒളിച്ച് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരും മാപ്പ് കൊടുക്കരുത്. മാപ്പ് കൊടുക്കുമ്പോ ഇവർക്കൊരു വിളമാവും. ഐഡിയാണ് മാപ്പ്. ഓനിക്കൊക്കെ ഇത് വരണം, അപ്പോഴേ അറിയുള്ളൂ. അല്ല ഈ ഇങ്ങനെ കമന്റ് ഇടുന്നവർക്ക് ഈ സ്ഥിതി വരണോ? ചീനങ്ങള് കണ്ട് വരുത്തി കൊടുക്കാം. ഓനക്ക് അത് വരുത്തി കൊടുക്കാം. ഓന്റെ കമന്റ് അല്ലേ കൊമന്റ് കണ്ട് പോയിക്കോളൂ. കളവന്മാര് പറഞ്ഞിരിക്കുന്നു ഓറ്റങ്ങളെ പരിഹസിക്ക. ആ സഹോദരി പൈതങ്ങൾക്ക് പാല് കൊടുക്കാന്ന് പറയുന്നത് അതിന് പങ്കാരട്ട്. പാവ അർജുന ഒരു പങ്കാരട്ട്. ഇനി എന്താണ് ആ ചെക്കൻ അർജുൻ എന്താ വേറെന്തോ പൊങ്കാലിട്ട് ആന അവനെ പിടിക്കണം, എല്ലാരും പിടിക്കണം. എന്നോട് പറയാം മാവാ ഞാന് കുഞ്ഞാപ്പോ അർജുനെ കാണാതെ അതിന്റെ ദിവസം എന്നോ ഡേവി നോക്കൂ ഇതൊന്ന് കിട്ടിയാ മതി പടച്ചോനെ അർജുൻ എങ്ങനെ കിട്ടട്ടെ എന്ന്. ഇന്നെന്റെ മനസ്സ് പറഞ്ഞ അർജുൻ ജീവിച്ചിരിപ്പുണ്ടാവൂന്നാണ്. ജീവിച്ചിരിക്കണം ആ കുട്ടി. എത്ര പോലെ ആൾക്കാര് ഒഴുകി പോയി റബ്ബേ. അതിന്റെ ദിവസം ഇവർക്കൊരു കളി, ഒരു പങ്കാള കളി. ഇനി അവരൊക്കെ നടക്കൂല. ഇനി ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാരിങ്ങനെ ആക്കരുത്. അതിനുള്ളത് കൊടുക്കണം. നല്ല കേസ് എടുത്തിട്ട് കൊടുക്കണം. ഓരെ നല്ല പെരട്ടി അടിച്ചു ഓർക്ക് എല്ലാ ചീനകൾക്ക് മക്കൾ കൂടി ഒന്നായി വരുത്തണം. ഇപ്പൊ വേറെ ഇതുണ്ടല്ലോ. അല്ല താത്ത വല്ലാതെ സംസാരിക്കണ്ട. മനസ്സിലായി, വിഷമം മനസ്സിലായി. പിന്നെ നിങ്ങളെ വിചാരം ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരു ലൈക്കും ഒരു കാര്യങ്ങളും കിട്ടാൻ എല്ലാരും കളിയാക്കാൻ നിങ്ങളെ വിചാരം നിയമങ്ങളും പോലീസുകളൊക്കെ ഉണ്ട്. നിങ്ങളെ എവിടെ നിന്നാലും നിങ്ങളെ പൊക്കും. നിങ്ങളെ എവിടെ നിന്നാലും പൊക്കും. പോലീസുമാര് വെറുതെ അല്ല നടക്കണത്. നിങ്ങളെ പോലെ തന്നെ പൊക്കണം. അതൊക്കെ ശരിയാണ്. വിടരുത്. എല്ലാരും കഴിഞ്ഞാലും മാപ്പായിട്ട് വന്നിക്കണ്. മാപ്പും കൂപ്പായിട്ട് വന്ന് നടക്കൂല അവിടെ. അത് പുതിയൊരു ഐഡിയ ആണ് മാപ്പ്. ഇവിടെ നടക്കൂല. വേണ്ടപ്പെട്ട അധികാരികളെ ഓരോ പൊക്കിനും എല്ലാം കൊടുക്കും. മേലിങ്ങനെ ആരെയും പറ്റിട്ട് കുറ്റം പറയാൻ പാടില്ല. പൊട്ടുമ്പോളേ ആ കുട്ടികളും തള്ളായാലും മക്കളും മിക്കളും ഒക്കെ പാറക്കാല് ഒതൊക്കെ മേത്ത് വെറുതെ പിടിച്ചിട്ടേക്കാനല്ലേ പോയിണ്ടാവുക. ഇനി എത്ര പോലെ ആൾക്കാരെ കിട്ടാണ്ട് എത്ര. അതിന്റെ ഇടയിൽ ഒരു രസിക്കല്. ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാലും നല്ല രസാണ്.
അത് അവനാന്റെ അമ്മക്ക് വരുന്നടാ. നിങ്ങൾക്കൊക്കെ അനുഭവിക്കൂടാ ഈ താത്താന്റെ പ്രാക്കട. നിങ്ങൾക്കൊക്കെ അനുഭവിക്കുങ്ങള്. ഓണക്കായും വേണ്ട ഒരു കുന്തും വേണ്ട. ഞാൻ പോവാണ്. അല്ല താത്ത പോവല്ലേ കുഞ്ഞാപ്പോടെ പറയണ്ട. അവിടെ